Good evening, all. So, here we are for the new section of CSAR Net Life Science by Enlearn. സോ സി എസ് ആർ നെറ്റ് ലൈഫ് സയൻസ് എക്സാമിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി സെക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു പോർഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സി എസ് ആർ നെറ്റ് ലൈഫ് സയൻസ് ആൻഡ് ഫോർ ലൈഫ് സയൻസ് സബ്ജക്ട്സ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ചില ടോപ്പിക്സ്, അതിൽ തന്നെ പ്ലാൻ ഫിസിയോളജി അല്ലെങ്കിൽ പ്ലാൻ ബയോളജി ഏരിയയിലെ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് CSIR നെറ്റ് എക്സാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യയിലെ തന്നെ PhD അല്ലെങ്കിൽ ഫർദർ റിസർച്ച് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഫെലോഷിപ്സ് നമുക്ക് അവൈലബിൾ ആവുന്നത് അല്ലെങ്കിൽ ഒരു 40,000 ഒരു 35 to 40,000 റേഞ്ചിലേക്ക് നമുക്ക് ഒരു റിസർച്ചിനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സാമാണ് CSIR നെറ്റ് ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. ലൈഫ് സയൻസിലുള്ള എല്ലാ സബ്ജക്റ്റ് പഠിച്ച വിദ്യാർത്ഥികൾക്കും, അതായത് സുവോളജി, ബോട്ടണി, മറ്റ് മൈക്രോബയോളജി, ബയോടെക്നോളജി തുടങ്ങിയ എല്ലാ സയൻസ് ലൈഫ് സയൻസിൽ വരുന്ന സബ്ജക്ട്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കും റിസർച്ച് എന്ന ഫേസിലേക്ക് വരുമ്പോൾ ഫെലോഷിപ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫെലോഷിപ്പ് എമൗണ്ട് കിട്ടുന്ന, അതിന് ക്വാളിഫൈ ചെയ്യേണ്ട എക്സാമാണ് CSIR ലൈഫ് സയൻസ് എക്സാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. പക്ഷേ മറ്റ് എക്സാമുകളിൽ നിന്നും CSIR നെറ്റ് ലൈഫ് സയൻസ് ഡിഫർ ചെയ്യുന്നത്, അതായത് മറ്റ് സബ്ജക്ട്സ്, നോൺ ലൈഫ് സയൻസ് സബ്ജക്ട്സ്, അതായത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, അത്തരത്തിലുള്ള CSIRന്റെ കീഴിൽ വരുന്ന സബ്ജക്റ്റുകളിൽ നിന്നും ലൈഫ് സയൻസിന് വരുന്ന വ്യത്യാസം, ഒന്ന്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ എക്സാം ഓരോ ടൈമും പാറ്റേൺസ് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പാറ്റേൺസ് മാറുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ ടോപ്പിക്സുകൾ ഇൻവോൾവ് ആക്കിക്കൊണ്ടുള്ള പേപ്പേഴ്സ് ആണ് ഈച്ച് ആൻഡ് എവറി ഇയർ അവർ റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുന്നത് വളരെ വലുതാണ്. സോ ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രോപ്പർ പാറ്റേൺ ആണ് എല്ലായ്പ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, ഫ്രീക്വൻ്റ്ലി അവർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസിനെ മോഡിഫൈ ചെയ്യുന്നു എന്നുള്ളത്. ആ മോഡിഫൈങ് പാറ്റേൺ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സോ ലൈഫ് സയൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ടോപ്പിക്സിനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സോ നമുക്ക് ഏത് രീതിയിൽ അവരുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റിയാലും നമ്മൾക്കുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ അതിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യണം. സോ ബിഫോർ മൂവിങ് ടു ദ ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, ഞാൻ എക്സാമിൻ്റെ പാറ്റേൺ, എക്സാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയാം. ഇതൊരു പരിധി വരെ കുട്ടികൾക്ക് അറിയുന്നതായിരിക്കും. എന്നാലും ഞാൻ ഇപ്പോൾ അടുത്ത CSIR ക്വാളിഫൈ ചെയ്ത ആളാണ്. സോ എനിക്ക് മനസ്സിലായത് വെച്ചുള്ള പാറ്റേണിനെ കുറിച്ച് ഞാൻ പറയാം. നമുക്ക് 3 പാർട്ടുകളാണ് CSIR നെറ്റ് ലൈഫ് സയൻസിന് വരുന്നത്. ഫസ്റ്റ് A പാർട്ട്, സെക്കൻഡ് B പാർട്ട് ആൻഡ് തേർഡ് C പാർട്ട്. അപ്പോൾ ഈ ഒരു 3 പാർട്ടിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈഫ് സയൻസ് സ്റ്റുഡൻസിന്, ഒരു വിധപ്പെട്ട ലൈഫ് സയൻസ് സ്റ്റുഡൻസിന് അധികം കംഫർട്ടബിൾ അല്ലാത്തൊരു ഏരിയ ആണ് പാർട്ട് A എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ട് A എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ്, ഇംഗ്ലീഷ്, ചില IQ ലെവലിൽ വരുന്ന ചില ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഒരു ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ആഡ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് A. ചിലവർ ഇതിൽ വളരെയധികം സ്മാർട്ടായി ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഒരു കാറ്റഗറി ഓഫ് ഞാനൊരു 70% ഓഫ് സ്റ്റുഡൻസിന് ഈ ഏരിയ അത്ര ഒരു കംഫർട്ടബിൾ അല്ലാത്തവരുണ്ട്. പക്ഷെ നമുക്കത് കുഴപ്പമില്ല, കാരണം നമുക്ക് പാർട്ട് B ആൻഡ് പാർട്ട് C ആണ് നമ്മുടെ എക്സാമിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പാർട്ട്. സോ ആ 2 പോർഷൻസും ഏതാണ്? ലൈഫ് സയൻസ് പോർഷനിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു സബ്ജക്റ്റിനെയും സ്പെസിഫിക് ആയി പറയുന്നില്ല. ലൈഫ് സയൻസ് പോർഷനെയാണ് എന്ത് ചെയ്യുന്നത്? പാർട്ട് ബിയും പാർട്ട് സിയും റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ പാർട്ട് A 15 ചോദ്യങ്ങളാണുള്ളത്. അത് മാത്സ് ആണ്, അല്ലെങ്കിൽ അത് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് ബിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പാർട്ട് B എന്ന് പറയുന്നത് 50 ചോദ്യങ്ങൾ അടങ്ങുന്ന പാർട്ടാണ്. ഓക്കെ, ആ 50 ചോദ്യങ്ങളിൽ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് 35 ചോദ്യങ്ങളാണ്. ഓക്കെ, 50 ചോദ്യങ്ങളിൽ 35 ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. എക്സാമിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 35 ചോദ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പാർട്ട് സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പാർട്ട് B എന്ന് പറയുന്നത് വളരെയധികം ഷോർട്ട് ആൻസർ, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
ഓക്കെ, ഷോർട്ട് ആൻസേർഡും ഷോർട്ട് ക്വസ്റ്റ്യൻസും ആയിരിക്കും പാർട്ട് ബിയിൽ വരിക. പക്ഷേ CSIR ഞാൻ പറഞ്ഞു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ മാറ്റങ്ങളുടെ പാർട്ടായിട്ട് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ കുറച്ച് വലുതാവാറുണ്ട്. എന്നാലും നമുക്ക് അറിയാവുന്ന ഒരു പെരിഫറിയാണ് അവർ പാർട്ട് ബിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ 35 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതായത് 50-ൽ 15 ചോദ്യങ്ങളെ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളൂ. സോ 35 ചോദ്യങ്ങൾ അറിയണമെങ്കിൽ നമുക്കൊരു ഓവറോൾ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ആ ഏരിയാസ് ഞാൻ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 35 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പാർട്ട് ബിയിൽ. സോ പാർട്ട് സിയുടെ കേസ് പറയുന്ന സമയത്ത്, അതാണ് പാർട്ട് സി ആണ് നിങ്ങൾക്ക് CSIR നെറ്റ് ലൈഫ് സയൻസ് കിട്ടുമോ, JRF കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ട് സി ആണ്. കാരണം പാർട്ട് സിയിലാണ് നമുക്ക് 75 ചോദ്യങ്ങൾ വരുന്നത്. 75-ന്റെ 25 ചോദ്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് എഴുതണം. 75 ചോദ്യങ്ങളിൽ നിന്ന് 25 ചോദ്യം നമുക്ക് അതിൽ എഴുതണം. നമുക്ക് കേൾക്കുമ്പോൾ ഓക്കെ, ഇറ്റ് ഇസ് ഫൈൻ, 75-ല് 25 അറ്റൻഡ് ചെയ്താൽ മതി. അതൊരു വളരെയധികം നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് 50ഓളം ചോദ്യങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് 25 ചോദ്യങ്ങൾ എടുത്താൽ മതി. അത് നമ്മൾക്ക് ആ ഒരു സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു ഫാക്ടറാണ് ഇത്രയും ചോദ്യങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ചില സ്പെസിഫിക് ടോപ്പിക്കുകൾ, എൻലേൺ നിങ്ങൾക്ക് തരുന്ന ചില സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ സി പാർട്ട് ഈസിലി ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ചില ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, അത് ബോത്ത് പാർട്ട് ബി ആൻഡ് പാർട്ട് സി, അതിനു വേണ്ടി നമ്മൾ മനസ്സിലാക്കുന്ന ചില ഏരിയാസിനെയാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൽ തന്നെ പാർട്ട് എയുടെ സെക്ഷൻ നിങ്ങൾക്ക് വേറെ അവൈലബിൾ ആവും. സോ ഇപ്പം നമ്മൾ പാർട്ട് ബി ആൻഡ് പാർട്ട് സി ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ പാർട്ട് ബി ആൻഡ് സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻലി ചോദിക്കുന്ന പാറ്റേണിൽ അല്ലെങ്കിൽ ഫ്രീക്വൻലി ചോദിക്കുന്ന ഏരിയാസിനെയാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ഉള്ളത്. ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഏരിയയിൽ തന്നെ ഇതിലെ ചില സബ് ടോപ്പിക്കുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്ന ചില ഏരിയാസ് ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ആ ഏരിയാസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്ന് നോക്കുന്ന സമയത്ത് സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, എക്കോളജി, ബയോടെക്നിക്, ജനറ്റിക്സ്, DB, ബയോകെമിസ്ട്രി, പ്ലാന്റ് ഫിസിയോളജി, ആനിമൽ ഫിസിയോളജി ആൻഡ് ബയോടെക്നോളജി. ഫോർ ഷുവർ എനിക്ക് പറയാൻ പറ്റും, ഞാനൊരു CSIR ആസ്പിറൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, ഇതിലൊരു 4 സബ്ജക്റ്റോളം നമുക്ക് അത്യാവശ്യം ക്ലീൻ ആയിട്ട് അറിയുമെങ്കിൽ. ശ്രദ്ധിക്കുക, ഞാൻ എല്ലാം അറിഞ്ഞിരിക്കണം എന്ന് ഒരിക്കലും പറയില്ല. CSIR ഇതുവരെ ക്രാക്ക് ചെയ്ത ഒരു വ്യക്തിക്കും എല്ലാ ടോപ്പിക്സും അറിയില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ആ ടോപ്പിക്കിൽ തന്നെ പഠിക്കുന്നത് വളരെയധികം കൃത്യമായ പാറ്റേണോടെ നമുക്ക് അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും കിട്ടും എന്നുള്ള രീതിയിൽ വളരെ വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങൾ ആ ഏരിയ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി പോയാൽ നിങ്ങൾക്ക് ഈസിലി CSIR ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിലെ പ്ലാന്റ് ഫിസിയോളജി എന്നുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്സ് മൊത്തം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ സിലബസ് സോർട്ട് ചെയ്ത് വെച്ചതല്ലേ? അല്ല, സിലബസ് എന്ന് പറയുന്നത് വളരെയധികം വാസ്റ്റ് ആണ്. ആ സിലബസിൽ നിന്ന് നമ്മൾ ചില ഹെഡ്ലൈൻസ് ഇവിടെ കൊടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിലെ ഡീപ്പായിട്ടുള്ള ചില ഏരിയാസ് ആണ്. സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചില ഭാഗങ്ങളാണ്. ഓക്കെ, സോ ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് ഫിസിയോളജി ഏരിയയാണ്. ഓക്കെ, പ്ലാന്റ് ഫിസിയോളജിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് പ്ലാന്റ് ഫിസിയോളജിയുടെ ഫോട്ടോസിന്തസിസ് എന്നുള്ള പാർട്ടാണ്. ഓക്കെ, പ്ലാന്റ് ഫിസിയോളജിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഫോട്ടോസിന്തസിസ്, ഫോട്ടോ റിസപ്റ്റേഴ്സ്, ഫ്ലവറിംഗ്, സൂക്രോസ് മെറ്റബോളിസം, നൈട്രജൻ മെറ്റബോളിസം, സെനസെൻസ് തുടങ്ങിയ പോർഷൻസ് ആണ്. ഓക്കെ, സോ പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റുന്നത് ഏതൊക്കെയാണ്? ഫോട്ടോസിന്തസിസ്, അതുപോലെ തന്നെ ഫോട്ടോ റിസപ്റ്റേഴ്സ്, ഫ്ലവറിംഗ്, സൂക്രോസ് മെറ്റബോളിസം, നൈട്രജൻ മെറ്റബോളിസം, സെനസെൻസ്. ഓക്കെ, ഇതിൽ ഫോട്ടോസിന്തസിസിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കാൻ വേണ്ടി പറ്റുക. ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഒരു
10 വർഷത്തെ നമ്മൾ ഏകദേശം ഒരു 10-12 വർഷത്തെ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് അനലൈസ് ചെയ്തപ്പോൾ ലാസ്റ്റ് ഒരു 10 ഇയേഴ്സ് ആയിട്ട് ഷുവറായിട്ട് സി പാർട്ടിലും ബി പാർട്ടിലും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സോ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം എന്തൊക്കെയാണ് ലൈറ്റ് റിയാക്ഷൻസ്, ഡാർക്ക് റിയാക്ഷൻസ്, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ്, അതിൻ്റെ ട്രാൻസ്പോർട്ട്, ഇത്രയും സംഗതികൾ വരുന്ന ഏരിയയാണ് ഫോട്ടോസിന്തസിസ്. അതുകൊണ്ട് തന്നെ ആ പോർഷനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഏരിയ ആണ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഓക്കെ, ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫോട്ടോ ബയോളജി എന്നുള്ള സെക്ഷനിൽ വരുന്ന അതിലെ പോർഷൻസ് ആണ് ഈ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഫൈറ്റോക്രോം, ട്രിപ്റ്റോക്രോം, ഫോട്ടോട്രോപ്പിൻസ്, ഇതെല്ലാം സ്ഥിരമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയയാണ്. നെക്സ്റ്റ് ഫ്ലവറിംഗ് ആണ്. ഫ്ലവറിംഗ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് CSIR ക്വസ്റ്റ്യൻ ഫ്ലവറിംഗിൽ നിന്നായിരുന്നു. ഈസി ആയിരുന്നു, ABC മോഡൽ വെച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നിങ്ങളിപ്പോൾ ഞാൻ ഈ പറയുന്നതെല്ലാം കേട്ട് ടെൻഷൻ ആവണ്ട, നമ്മൾ ഈ ഓരോ ടോപ്പിക്കും ക്ലിയർ കട്ടായിട്ട് പോവും. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫ്ലവറിംഗിൽ നിന്ന് ABC മോഡൽ ഓഫ് ഫ്ലവറിങ്ങും അതുപോലെ തന്നെ വെർണലൈസേഷൻ എന്നുള്ള പ്രോസസ്സുമാണ് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സൂക്രോസ് മെറ്റബോളിസം ഓൾസോ ലാസ്റ്റ് ടൈമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സൂക്രോസ് സിന്തസിസിനെ കുറിച്ചായിരുന്നു ക്വസ്റ്റ്യൻ. സ്റ്റാർച്ച് സിന്തസിസും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നൈട്രജൻ മെറ്റബോളിസം ആൻഡ് സെനസെൻസ്. ഇതിൽ നിന്ന് ഈ ലാസ്റ്റ് 2 ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ ബി പാർട്ടിലാണ് നമ്മൾ ഈ ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ ആദ്യം പറഞ്ഞ ആ 4 ഏരിയയിൽ നിന്ന് സി പാർട്ടിൽ ഷുവറായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നമുക്ക് ആ 25 ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാനുള്ളതിൽ നിന്ന് പ്ലാൻ ഫിസിയോളജി യൂസ് ചെയ്ത് നമുക്ക് എന്തായാലും ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് അത്രയും അതൊരു വലിയ നമ്പറാണ്. കാരണം നമുക്കിനി ടോപ്പിക്സ് ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും, ഒരു സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് 1 ചോദ്യമോ 2 ചോദ്യമോ കിട്ടിയാൽ മതി, നമുക്ക് ഈസി ആയിട്ട് 25 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫോട്ടോസിന്തസിസും ഫോട്ടോ റിസപ്റ്റേഴ്സും ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ കൊടുത്ത ഈ ഹെഡ്ലൈൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ഇനി സബ് ഡിവൈഡ് ചെയ്ത് ഈച്ച് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ്സ് ആണ് ഇനിയുള്ള സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഓരോ സെക്ഷൻ എൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസും അതിനോട് അനുബന്ധിച്ച് വരുന്ന ഏരിയാസും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതും, ടെക്സ്റ്റ് ബുക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, ടെക്സ്റ്റ് ബുക്സിൽ പറയുന്നതും പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും കൂടെ നിങ്ങൾ കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് 25 ക്വസ്റ്റ്യൻസ്, ഞാൻ സി പാർട്ട് സ്ട്രെസ് ചെയ്യാൻ കാരണം ആ 25 ഒരു ചോദ്യത്തിന് 4 മാർക്കാണ്. ആ 25 ചോദ്യത്തിലൂടെ നമുക്ക് 100 മാർക്ക് ഷുവർ ആയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും. ദെൻ നമ്മൾ ബി പാർട്ടിലെ കുറച്ച് നെഗറ്റീവ് വന്നാൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഔട്ട് ഓഫ് 200 നമ്മളെ ലാസ്റ്റ് ടൈം കട്ട് ഓഫ് എന്ന് പറയുന്നത് 110-115 റേഞ്ചിലാണ് മാർക്ക് വന്നിട്ടുള്ളത്. ജനറൽ കാറ്റഗറി. OBC ആണെങ്കിൽ 105 റേഞ്ച്, അതിന് താഴെ സബ് കാറ്റഗറികൾക്ക് SC ST 100 ആ ഒരു റേഞ്ചിലേക്ക് മാർക്ക് വന്നിട്ടുണ്ട് JRFന് വേണ്ടിയിട്ട്. സോ ആ സ്കോറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ സി പാർട്ട് സ്ട്രോങ് ആയിരിക്കണം. സി പാർട്ട് സ്ട്രോങ് ആക്കാൻ വേണ്ടി പ്ലാൻ ഫിസിയോളജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു സുവോളജി സ്റ്റുഡൻ്റ് ആണെങ്കിലും ബോട്ടണി സ്റ്റുഡൻ്റ് ആണെങ്കിലും പ്ലാൻ ഫിസിയോളജി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സബ്ജക്റ്റാണ്. കാരണം ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആണ്, നമ്മൾ പഠിച്ചത് മുതലാവെന്ന് പറയില്ലേ, ആ ഒരു സെക്ഷനാണ് പ്ലാൻ ഫിസിയോളജി എന്ന് പറയുന്നത്. ഒരുപാട് ഡയറക്റ്റ് ചോദ്യങ്ങളാണ് അവർ ചോദിക്കാറുള്ളത്. സെൽ ആൻഡ് മോളിക്കുലാർ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ നമുക്കത് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. സോ അതുകൊണ്ട് പ്ലാൻ ഫിസിയോളജി നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിൽ റെഫർ ചെയ്യേണ്ട 2 ടെക്സ്റ്റ് ബുക്സ് ആണ് അഡീഷണൽ ടു അവർ എൻലേൺ മെറ്റീരിയൽ. നമ്മളെ മെറ്റീരിയലിലും ഒരുപാട് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യേണ്ടവർക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ടെക്സ്റ്റ് ബുക്സ് ആണ്. പ്ലാൻ ഫിസിയോളജിയുടെ 2 ടെക്സ്റ്റ് ബുക്സ് ആണ്. ഒന്ന് തെയ്സ് ആൻഡ് സൈഗറുടെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ഒന്ന് ബോബി ബുച്ച്നാന്റെ ബുക്കും. ഈ 2 ബുക്സും വളരെയധികം യൂസ്ഫുൾ ആണ്. ഇതിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരം CSIR യൂസ് ചെയ്യുന്നത്. സോ ഈ 2 ടെക്സ്റ്റ് ബുക്സ് വായിച്ചാൽ നല്ലതാണ്. നമ്മൾ നമ്മുടെ മെറ്റീരിയലിൽ മാക്സിമം ഈ ടെക്സ്റ്റ് ബുക്സിൽ നിന്നുള്ള കണ്ടന്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് പ്ലാൻ ഫിസിയോളജിയുടെ ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. സോ ഇത്രയും ടോപ്പിക് ഉണ്ടെങ്കിലും നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ ഫിസിയോളജിയിൽ നിന്ന് കുറച്ച് ഏരിയാസ് മതി. ഓക്കെ, ഇത്രയും മനസ്സിലാക്കാനാണ് ഞാൻ ഈ സെക്ഷൻ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു.